നടക്കണം അങ്ങോട്ട്. നിന്നെ ഈ മുറിയിൽ ആരുമില്ലേ? ഇല്ല. എല്ലാ മുറികളും സെർച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ? കഴിഞ്ഞു സാർ. എല്ലാത്തിനും പിടിച്ച് വണ്ടി കയറ്റം. നടക്കാൻ നടക്കാൻ. സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. താൻ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാനൊരു സ്നേഹിതനെ കാണാൻ വേണ്ടി വന്നു. കൂടുതലൊന്നും പറയണ്ട. 302 ഒരു ജീപ്പി കയറ്റം. നടക്കണം. ആ ജീപ്പിലോട്ട് ഇറക്കി. എല്ലാത്തിനെയും പിടിച്ചാത്ര കേട്ടോ? സാർ, ഞാൻ നിരപരാധിയാണ് സാർ. ഞാനൊരു സ്നേഹിതനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത്. സാറിന് വിശ്വാസമല്ലേ ഈ പെൺകുട്ടിയെ ചോദിച്ചോ? വേണ്ട വേണ്ട, ഇനി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല. സാർ, എന്റെ വീട്ടിൽ ഷാടാ. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി. തങ്കമ്പിള്ളേ, നടക്കണോട്. വീട്ടിൽ പോകുന്നു. ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നമ്മുടെ അല്ല, എന്റെ മോളെ ഞാൻ കൊണ്ടുപോകുന്നു.
രാവിലെയാണ് ഞാൻ വിവരം അറിഞ്ഞത്. കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് വന്നു. സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത്? അന്ന് നിന്നോട് ഞാൻ ആവുന്നത്ര പറഞ്ഞതാ. അപ്പൊ നീ പറഞ്ഞു നിനക്ക് വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റുണ്ട്, മറിച്ചുണ്ടെന്നൊക്കെ. ഇപ്പൊ എന്തായി? ദേ പേപ്പറിലും വന്നിരിക്കുന്നു. ഇനി നാളാൻ ബാക്കിയില്ല. നീ അവനെ നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്തായി? വ്യഭിചാര കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി. അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി. നിന്റെ തലയിലെടുത്ത് പോലെ നടക്കട്ടെ. പക്ഷെ ആ പട്ടി ഇനി ഞാൻ ഈ പഠിക്കകത്ത് കയറ്റില്ല. കോടതിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തു? എന്തു ഞാൻ? നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? ഞാൻ പറയുന്നത് കേൾക്കൂ. നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. എല്ലാം ഇന്നലത്തേതോടുകൂടി തീർന്നു. എനിക്കൊന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയോ? കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ എന്നെ പറഞ്ഞു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശ്വരന് തുല്യമായാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചത്. എന്നോടത് ചെയ്യാൻ ഇന്നും ഞാൻ പറയുന്നത് വേണ്ട. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിങ്ങൾ അബദ്ധത്തിൽ ചെന്നപ്പെട്ടതാണെന്നും ഒക്കെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. നിങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ ഇന്നലെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ്. ഇനി മേലാൽ എന്റെ പേരും പറഞ്ഞ് ഇവിടെ വരരുത്. ഡാഡി 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 എന്താ ഇന്നലെ പറഞ്ഞ? മുത്തച്ഛ മമ്മി ഒരുപാട് വഴക്ക് പറഞ്ഞു. ഡാഡിയുടെ കാര്യം ഇവിടെ പറഞ്ഞാൽ ഏതായാലും വരാനുള്ളതൊക്കെ വന്നു. കല്യാണം കഴിഞ്ഞ് അവക്കൊരു കുട്ടിയായി. ഇനിയും വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും രവിയെ വിളിച്ച് അവനോടൊപ്പം. അവൻ കൊലപാതകം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഞാൻ ചെന്നവന് ജാമ്യത്തിൽ ഇറക്കൊണ്ട് വരുമായിരുന്നു. അതിന്റെ അന്തസ്സുണ്ട്. ഇതാണോ മാനോ അഭിമാനമുള്ളവർക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇനി അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? അധികം ആരും അറിയുന്നതിന് മുമ്പേ
രവിയെ വിളിച്ചു വരുത്തി അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് പകരം അവനെ ഇവിടെ നാട്ടി അയക്കുന്നത് പോലെയല്ലേ പറഞ്ഞയച്ചത്? ഓ, ഞാൻ അവന് വെഞ്ചാമരം വീശി സ്വീകരിക്കാവിടെ. ഇനി അവനെ ഞാൻ പഠിക്കാത്ത കയറ്റില്ല. പിന്നെയും പറഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? മംഗലത്ത് തറവാട്ടുകാർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അവര് പറഞ്ഞതാ. നീ ഒറ്റ ഒരുത്തി അന്ന് നയഞ്ഞു കൊടുത്തുകൊണ്ടായി കല്യാണം നടന്നത്. ഇപ്പൊ അമ്മയ്ക്ക് മോക്കം തൃപ്തിയായല്ലോ. അനുഭവിക്കണേ, അനുഭവിക്ക. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതായാലും തൽക്കാലം അന്നത്തെ ചൂടിന് ഇന്ദു അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. വിഷമിക്കാതിരിക്കൂ, എല്ലാം നമുക്ക് ശരിയാക്കാം. ഗോപാല, ഈ ലീവ് ലെറ്റർ സൂപ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തേക്കൂ. ഇന്ദു, എന്താണ് ഇതെല്ലാം? എന്ത് സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് സലിമിന്റെ കൂട്ടുകാരനാണ്. സത്യം എന്തെന്നറിയാതെയാണ് ഇന്ദു സംസാരിക്കുന്നത്. ആ മനുഷ്യൻ സലിമിനെയും പറഞ്ഞു പറ്റിച്ചിരിക്കും. ഗോപി ആരാണെന്ന് സലിമിനറിയില്ല, എനിക്ക് നന്നായിട്ടറിയാം. രവി എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഇന്ദുവിനറിയാമോ? വേദനിക്കുന്നു. ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ തെരുവ് വേശ്യയോടൊപ്പം വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നേരിൽ കണ്ടുനിന്ന ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് സലീം ചോദിക്കാത്തത് എന്താ? ഇന്ദു, ഞാൻ പറയുന്നത്. സലീം, ആ മനുഷ്യന്റെ കാര്യം പറയാൻ വേണ്ടി ഇനി മേലിൽ എന്നെ കാണാൻ വരരുത്. അപ്പുകുട്ടാ, എന്തോ? ആ പെട്ടിയെന്നെടുത്ത് അകത്ത് വെക്കൂ. ആ അങ്കിൾ. മോള് നേരത്തെ ഇങ്ങ് പോന്നോ? 20-ാം തീയതി വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. പെട്ടെന്നാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത്. വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല. അങ്കിൾ, എനിക്ക് ലെറ്റർ വല്ലതും ഉണ്ടോ? എല്ലാം ഓഫീസ് റൂമിലുണ്ട്. ആട്ടെ. മോളെ, ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. എപ്പോ? ഇന്നലെയും മിനിയാന്നും. എന്താ വിശേഷം അങ്കിൾ? മോളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ദുവും ഭർത്താവും തമ്മിൽ എന്തോ പിണക്കത്തിലാണെന്ന് പറയുന്ന കേട്ടു. കാര്യം ആകെ കുഴപ്പമാണ്. രവിയെ പോലീസ് പിടിച്ചെന്നോ അത് പേപ്പറിൽ വന്നെന്നോ മറ്റോ ആണ് കാര്യം. ഹലോ. ഞാൻ രജനിയാ. ഒന്ന് ഇന്ദുവിന് കൊടുക്കൂ. ഇല്ല, ഇന്ദു വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഓക്കെ, ഞാൻ വീട്ടിൽ വിളിച്ചോളാം. അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെന്ന്. ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാം. ഇന്ദു, അമ്മേ, അമ്മേ. മോള് വന്നോ? മോള് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഉണ്ടായത്? പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മോള് തന്നെ ഒരു പരിഹാരം കാണണം.
മോള് പറഞ്ഞാലേ ഇന്ദു അനുസരിക്കും. എന്താ കാര്യം എന്ന് പറയൂ, ഞാൻ എല്ലാം പറയാം. മോൾ അകത്തേക്ക് വാ. ഇന്ദു, ഇന്ദു, നീ ഇപ്പൊ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ. ഞാൻ എന്താ കേട്ടതൊക്കെ? ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ? ആണുങ്ങൾക്കൊന്നും വരാനില്ല. എടി, നീ ഒരുത്തിന്റെ ഭാര്യയല്ലേ? നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ എന്താ നിന്റെ ഭർത്താവിനെ പറ്റി ധരിച്ചിരിക്കുന്നത്? അയാൾ നിന്റെ കളിപ്പായിട്ട് നടക്കുമെന്നാണോ? നീ അതിനെക്കുറിച്ചൊന്നും ശരിക്കറിയാതെയാണ് സംസാരിക്കുന്നത്. എനിക്കെല്ലാം അറിയാം. ഹെടി, നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തുവെന്ന് നീ കണ്ടതെല്ലാം സത്യമാണെന്നില്ലല്ലോ. എനിക്ക് അയാളെ കുറിച്ച് നേരത്തെ അറിയാം. നിനക്കറിയാമോ? അച്ഛനുൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു. ഇന്നവരുടെ മുഖത്ത് നോക്കാൻ എനിക്ക് ശക്തിയില്ല. ഞാൻ അയാളുമായി ഇനി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല രജനി. അതിന് നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? എനിക്കൊരു കുഴപ്പവുമില്ല. നിനക്ക് കേൾക്കണോ? എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നോ? അതിന്റെ പുറകിലുള്ള ഫ്ലാറ്റിൽ 24 മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇയാളില്ലാത്ത എത്രയോ രാത്രികൾ ഉണ്ടായിരുന്നു. ഞാനൊന്ന് കണ്ണടച്ചാൽ മതി, അയാൾ എന്റെ ബെഡിലായിരിക്കും. എനിക്കും ആകാമായിരുന്നല്ലോ. അതാണ് ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. നീ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. ഒന്ന് ഞാൻ പറയാം, ആവശ്യമില്ലാത്ത നിന്റെ എടുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത്. ഒന്നുകൂടെ ആലോചിക്കേ. എനിക്കിപ്പം ഇത്ര പറയാനുള്ളൂ. ഞാൻ പോകുന്നു. ഓളെ, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനാണെങ്കിൽ അവനെ ഈ പടിക്കകത്ത് കയറ്റണമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും മോളെ? ഇനി ഇവളോട് എന്ത് പറയാനാണമ്മേ? കൊച്ചുകുട്ടിയെന്നല്ലല്ലോ, നമ്മളൊരു ഡോക്ടറല്ലേ. അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം. ഞാൻ വരട്ടെ.